ഹലോ ഗൈസ്, നമുക്കിന്നൊരു മന്തിക്കഥയായാലോ. ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടേ 15 മിനിറ്റ് മന്തി ഉണ്ടാക്കാം, 20 മിനിറ്റ് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷെ 15 മിനിറ്റിൽ 20 മിനിറ്റിലൊന്നും മന്തി ഉണ്ടാക്കാൻ പറ്റത്തില്ല, പക്ഷെ ഉണ്ടാക്കാം. അതിപ്പം ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ്. ഇത് നേരത്തെ ഒരു മന്തി മസാല വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാപ്സിക്കം, മാഗി ക്യൂബ്, ഉപ്പ് പിന്നെയാണ് കേട്ടോ ഇട്ടത്, കാരണം മാഗി ക്യൂബിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് എല്ലാം കൊണ്ട് മിക്സ് ചെയ്തു. കുറച്ച് ഫുഡ് കളർ, റെഡ് കളറും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം പകുതി വേവിൽ കോരി മാറ്റി വെച്ചു. നമ്മുടെ സ്പൈസസ് എല്ലാം കൂടി ഇട്ടിട്ടാണ് വേവിച്ച് മാറ്റുന്നത്. അതിനകത്തേക്ക് അരി വെന്ത് മാറി കഴിയുമ്പോൾ കുക്കറിനകത്തേക്ക് ചിക്കൻ അടുക്കി വെക്കണം, എന്നുവെച്ചാൽ നിരത്തി വെക്കണം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആക്കി വെച്ചേക്കുന്ന അരി മണ്ടയ്ക്ക് ഫില്ല് ചെയ്ത് കൊടുത്ത് കുറച്ച് കളറ്, ഫുഡ് കളറ്, പച്ചമുളക്, കുരുമുളകും ഇട്ടിട്ട് ഒറ്റ വിസിൽ കുക്കറിൽ അടുപ്പിക്കുക. എന്നിട്ട് ആ പ്രഷർ പോകുന്നിടം വരെ അവിടെ വെച്ചേക്കുക. എന്നപ്പോൾ ചിക്കൻ കറക്റ്റ് വേവും. ഞാൻ 2 കുക്കറിലാക്കിയിട്ടാണ് ചെയ്തത്. എന്നിട്ട് ആദ്യം റൈസ് എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ ചിക്കന് നമുക്ക് ചെറിയൊരു അൽഫാം ഫ്ലേവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇച്ചിരി മുളക് പൊടി വെറുതെ വെള്ളത്തിൽ കലക്കി ചട്ടിയിൽ ഒരിച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഈ മസാല തേച്ച് വെച്ചേക്കുന്ന ചിക്കന് അതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ശാലോ ഫ്രൈ ആക്കി എടുക്കുക. ഈ മസാല അത് തേച്ചാൽ മതി, തേച്ച് കൊടുത്ത് ചെറുതാക്കി ഒന്ന് ശാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ഫ്ലേവർ കിട്ടും, ഒരു സ്പൈസ്നെസ്. അപ്പം യൂട്യൂബിൽ പറയുന്ന തൊട്ട് 15 മിനിറ്റിൽ കാര്യം നടക്കത്തില്ലെങ്കിലും മന്തി ഉണ്ടാക്കാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കടയിലെ പോലെ അത്ര പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് അത്രയല്ല, എന്നാലും നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടും. പിന്നെ സൈഡായിട്ട് മയോണൈസ് ഉണ്ടായിരുന്നു, തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.